ഹായ്, എൻ്റെ പേര് വീണ. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് വീണാസ് മാജിക് കിച്ചൺ. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു കുക്കറി വീഡിയോ ചാനലാണെന്ന്. പക്ഷേ അല്ല, ഇതിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ് കേക്കാണ്. ഒരു 4 മണി പലഹാരം എന്ന് തന്നെ പറയാം. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. അതിനാദ്യമായിട്ട് നമുക്ക് 1 കപ്പ് അളവിൽ റവ വേണം. ആദ്യം ഒരു ബൗൾ എടുത്തു. ആ ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ റവ ഇട്ടു. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് അളവിൽ മാമ്പഴമാണ് വേണ്ടത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള മാമ്പഴമാണ്. നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. ഇത് മാമ്പഴം ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഇതിനകത്ത് ചേർക്കാം. നിങ്ങൾക്ക് മാമ്പഴം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപഴമാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മാമ്പഴം തന്നെ വേണമെന്നില്ല, ഞാൻ മാമ്പഴം എടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം, നമ്മുടെ മധുരം നോക്കിയിട്ട്, ഇപ്പോൾ മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര ആവശ്യമില്ല. മധുരം കുറവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. ഞാൻ അളന്ന് വെച്ചിരുന്നതാണ്. മിൽക്ക് പൗഡർ നമുക്ക് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. 1/2 ടീസ്പൂൺ സോഡ പൗഡറാണ്. സോഡ പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, അതുകൂടി ചേർക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ നെയ്യാണ് ചേർക്കാൻ പോകുന്നത്. 2 ടീസ്പൂൺ നെയ്യ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പാല് ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാല് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഓവർ മിക്സിങ്ങും ആകരുത്, പാല് കൂടുതലും ആകരുത്. നോക്കിയിട്ട് ഇപ്പം നമ്മൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് മധുരം ചേർക്കാവുന്നതാണ്. നമ്മൾ മധുരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശർക്കരപ്പൊടിയാണ്. അപ്പോൾ ശർക്കരപ്പൊടി ചേർത്തിട്ട് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നമ്മൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് നമ്മുടെ ഈ മിക്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മുടെ മിക്സ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ 1 കപ്പ് അളവിൽ നന്നായിട്ട് ചിരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ ശർക്കര പൊടിച്ചതും കൂടി നമ്മൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് റെഡിയാക്കാം. നമ്മളിത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കണം. നമ്മുടെ മിക്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. റവ ആയതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മിക്സ് കറക്റ്റ് ലെവലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിക്സിൻ്റെ പാകം. ഇപ്പോൾ ഇത് നമ്മൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. ഞാനിവിടെ നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന മറ്റേ കുപ്പിപ്പാത്രം അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എൻ്റെ കയ്യിലുള്ളത് സ്റ്റീൽ പാത്രമാണ്. ഞാനതിൽ എണ്ണ തടവിയിട്ടുണ്ട്, നെയ്യാണ് തടവിയിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒന്ന് നിറയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ശർക്കര മിക്സ് ചേർക്കുന്നുണ്ട്. അത് 1 സ്പൂൺ അളവിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മധുരത്തിൻ്റെ കണക്ക് നോക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് വീണ്ടും നമ്മൾ ഈ മിക്സ് ചേർക്കുന്നുണ്ട്. നമ്മളിത് ഗ്ലാസ് നിറച്ചും എടുക്കരുത്, ഒരു 1/4 അളവിൽ. കാരണം ഇത് പൊങ്ങി വരും. നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും. കറക്റ്റ് ഫില്ലിങ് ആക്കുക. നമ്മളിവിടെ ഗ്ലാസ്സിലേക്ക് എല്ലാ മിക്സും നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇഷ്ടമുള്ള എന്താണോ, ടൂട്ടി ഫ്രൂട്ടിയോ
അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയാണ്, ചെറി പഴം നന്നായിട്ട് നുറുക്കിയിട്ടുണ്ട്, അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിൽ, നമ്മുടെ മിക്സിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം. നമ്മുടെ മിക്സ് ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ സാധാരണ ഇഡ്ഡലി ചെമ്പാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓരോ ഗ്ലാസും ഇറക്കി വെക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ കപ്പ് കേക്ക് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് വെന്തോന്ന് നോക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാവുന്നതാണ്. നമുക്കിനി ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ആയിട്ടുണ്ട്, നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കിത് ഡീമോൾഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും, ചിലപ്പോൾ ഇത് പറഞ്ഞു വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് തിക്കിയാൽ മതി. നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണിത്. നിങ്ങൾക്ക് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും